ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നീണ്ട നാളായി നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു ആഗ്രഹം, അത് എന്തു തന്നെയാണെങ്കിലും അത് നിറവേറി കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനായി ഈ 3 വിളക്കിൽ ഏതെങ്കിലും ഒരു വിളക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. 99% നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനെ നടന്നു കിട്ടുമോ ഇല്ലയോ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ മുഴുവനായും പറയുന്നതായിരിക്കും. ഞാൻ ഇവിടെ 3 വിളക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മൺവിളക്ക്, ഒന്ന് നിലവിളക്ക്, ഒന്ന് കാമാക്ഷി വിളക്ക്. വിളക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുലദൈവത്തിൻ്റെ അനുഗ്രഹവും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഏത് ആഗ്രഹമാണ് മനസ്സിൽ കരുതുന്നത് എങ്കിലും ഒരുപാട് നാളായി നിറവേറി കിട്ടാത്ത ആഗ്രഹം നിറവേറി കിട്ടുമോ എന്ന് പരീക്ഷിച്ച് നോക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ന് പറയുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിളക്കുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 ദീപങ്ങളിൽ ഏതെങ്കിലും ഒരു ദീപം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ മറ്റു ചിലരാകട്ടെ തൊഴിൽ തടസ്സങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇതിനിടയിൽ നമ്മുടെ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഇത്ര തിരക്കുകൾക്കിടയിലും ഇത്ര പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ ആഗ്രഹിച്ച വാഹനം വാങ്ങിക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്കൊരു സ്വന്തമായ വീട് കെട്ടുവാനുള്ള ഭാഗ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം ചെയ്യുവാൻ സാധ്യതയുണ്ടോ, അതുമല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ എന്നെല്ലാം പലവിധ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുലദൈവത്തെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഈ ദീപമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ നിറവേറി കിട്ടുമോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൺവിളക്കാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ഒരു മൺവിളക്കിനെയാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. നിങ്ങൾ ദീർഘനാളായി ആഗ്രഹിച്ച അതൊരു വലിയ കാര്യമായിക്കോട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ, അത് എന്തും തന്നെ ആയിക്കോട്ടെ, ആ ആഗ്രഹം ഉടനെ തന്നെ നിറവേറി കിട്ടുമെന്ന് തന്നെ പറയാവുന്നതാണ്. അതായത് ഈ വീഡിയോ കണ്ടു കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ സാധ്യതയുണ്ട്. അതല്ല ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു 15 ദിവസമോ, കുറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിച്ചാലും ആ ആഗ്രഹം നിങ്ങൾ വിശ്വസിക്കുന്ന കുലദൈവം നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളൊരു വീടാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ആ വീട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാറാണ്, അല്ലെങ്കിൽ ഒരു ജോലിയാണ് എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ജോലി, വീട്, അതുപോലെ തന്നെ വാഹനം എന്നിവയെല്ലാം നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നമ്മൾ കാശ് എത്ര കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലും പോലും ഒരു പക്ഷേ അതെല്ലാം തട്ടിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. അത് മുഖാന്തരം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആ കാര്യത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയാൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഇതിനായിട്ട് നിങ്ങൾക്കൊരു പക്ഷേ അത് വലിയൊരു കാര്യമാണ്, വളരെ വലിയ തടസ്സങ്ങളുണ്ട് എന്നിരിക്കെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കുലദൈവത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് 7 ദിവസം ഒരു മൺവിളക്കിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. മനസ്സുരുക്കി തന്നെ കുലദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതാണ്. 7 ദിവസവും കുലദൈവത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുവാനായി പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഈ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു നല്ല വാർത്ത, അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നതിൻ്റെ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് നിലവിളക്കാണ് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുവാനായിട്ട് ഒരു 5 മാസം എടുക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 5 മാസം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത്
നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഈ 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിറവേറി കിട്ടും. അല്ല വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾ വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിലും തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിലും അല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ആ കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ സാധ്യതയുള്ളൂ. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മാസമാണ് ഇതിൻ്റെ കാലയളവ്. ചെറുതാണെങ്കിൽ 5 മാസത്തിനുള്ളിൽ, വലുതാണെങ്കിൽ 5 മാസത്തിനു ശേഷം. ഇത് നമുക്ക് മനസ്സിൽ വെക്കാവുന്നതാണ്. ഇനി അഥവാ എനിക്ക് ഈ കാര്യം പെട്ടെന്ന് നിറവേറി കിട്ടണം എന്ന് പറയുന്നവരാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവഭഗവാനെയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ വാങ്ങിക്കൊടുക്കുക ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായിട്ട്. ശിവഭഗവാന് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ പാൽ വാങ്ങിച്ചു കൊടുക്കുക അഭിഷേകത്തിന്. ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രദോഷ ദിവസങ്ങളിൽ അഭിഷേകത്തിനായിട്ട് നമ്മളെക്കൊണ്ട് എന്ത് സാധനം ശിവക്ഷേത്രങ്ങളിൽ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ അത് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി ഇത്രയും മാസം കാത്തിരിക്കണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്തു തന്നെയാണെങ്കിലും ശിവഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും മുറുകെ പിടിക്കുക. മാത്രമല്ല അതിനോടൊപ്പം നമ്മുടെ കുലദൈവ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. പതുക്കെ പതുക്കെ ഓരോ മാസങ്ങൾ കടന്നു ചെല്ലും തോറും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിനുള്ള സൂചന നമ്മളിലേക്ക് എത്തിച്ചേരും. മാത്രമല്ല കുലദൈവാനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഓരോ സൂചനകളും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും 5 മാസം കഴിഞ്ഞല്ലേ നടക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കെയർലെസ്സായി ഇരിക്കാതെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുവാനായിട്ട് നിത്യവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ തീർച്ചയായും കേൾക്കുന്നതായിരിക്കും. ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നിലവിളക്ക് തിരഞ്ഞെടുത്തവർക്കായിട്ടുള്ള സൂചനകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് നിറവേറി കിട്ടും എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി മൂന്നാമതായി നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ഗജലക്ഷ്മി വിളക്ക് അല്ലെങ്കിൽ കാമാക്ഷി വിളക്കാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എത്ര ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വിളക്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ കാലയളവിലായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നത്. അത് ഉടനെ ആണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് വൈകുകയുമില്ല. നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ഒരു മായാജാലം എന്ന വണ്ണം നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനെ നിറവേറി കിട്ടുന്നതായിരിക്കും. അതായത് അത്ഭുതം എന്ന വണ്ണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു മെയിലിലൂടെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ നിങ്ങൾ ആഗ്രഹിച്ച നീണ്ട നാളായി നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ആഗ്രഹം നിറവേറി കിട്ടി എന്നുള്ളൊരു സൂചന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ശരി, പക്ഷെ നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ആ ഒരു ശുഭവാർത്ത നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. പക്ഷേ അത് എപ്പോഴാണ് എന്താണ് എന്നൊന്നും നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കുന്നതായിരിക്കില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഒരു 21 ദിവസത്തിനുള്ളിൽ നിറവേറി കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ കുറച്ച് വലിയ ആഗ്രഹമാണ് എന്നിരിക്കെ ഒരു 4 മാസം അല്ല 5 മാസം വരയ്ക്ക് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് കുലദൈവത്തെ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി അതല്ല കുലദൈവത്തിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റി നിർത്തുവാൻ മാത്രമല്ല വായുവേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക, വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വടമാല ചാർത്തി പ്രാർത്ഥിക്കുക. മാത്രമല്ല നമുക്ക് അവിടുത്തെ കുങ്കുമാർച്ചനയ്ക്ക് കൊടുത്ത് അതിൽ കുങ്കുമം കൊണ്ടുവന്ന് നിത്യവും നമ്മൾ നെറ്റിയിൽ ചാർത്തി പുറത്തേക്ക് പോകുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശത്രുദോഷം, ദൃഷ്ടിദോഷം മുഖാന്തരം നമ്മുടെ കാര്യങ്ങളെല്ലാം വൈകി പോവുകയാണ്. ഏതൊരു കാര്യം എടുത്താലും തടസ്സമാണ് എന്ന് പറയുന്നതെല്ലാം തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് ഈ കുങ്കുമം ദിവസവും നെറ്റിയിൽ അണിയുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും. നമ്മുടെ ആഗ്രഹം ഉടനെ നിറവേറി കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ ഈ 3 വിളക്കുകളിൽ ഏത് വിളക്കുകൾ തിരഞ്ഞെടുക്കുന്നവരാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറില്ല എന്നിവിടെ ഞാൻ പറയുന്നില്ല. നിറവേറി കിട്ടും. അതിനുള്ള പരിഹാര മാർഗവും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ, വഴിപാടു രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.